കോഴിക്കോട് കൂടരഞ്ഞിയിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പാറ പൊട്ടിച്ചതിനെ തുടർന്ന് വീടുകളും റോഡുകളും ഉപയോഗശൂന്യമായതിനെതിരെ സമരത്തിനൊരുങ്ങി ജനകീയ സമിതി. വീടുകൾ വാസയോഗ്യമാക്കി നൽകണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. പൂവാറന്തോട് പുതുതായി നിർമ്മിക്കുന്ന ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനികളായ ആര്യാക്കോൺ, PCG കമ്പനികൾ വൻതോതിൽ പാറ പൊട്ടിക്കാൻ തുടങ്ങിയിരുന്നു. ഇതേ തുടർന്ന് വീടുകൾക്ക് കേടുപാട് സംഭവിച്ച് വാസയോഗ്യമല്ലാതാവുകയായിരുന്നു. പദ്ധതിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉപയോഗിച്ച റോഡുകളും ഗതാഗതയോഗ്യമല്ലാതായിട്ടുണ്ട്. രണ്ടര വർഷം മുൻപാണ് പദ്ധതിയുടെ ഭാഗമായി പാറ പൊട്ടിക്കൽ ആരംഭിച്ചത്. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ KSEB അധികൃതരും കരാർ കമ്പനികളെയും വിവരമറിയിക്കുകയായിരുന്നു. എന്നാൽ KSEB അധികൃതരും കരാർ കമ്പനികളും പാറ പൊട്ടിച്ച് തീരുന്നവർക്ക് വീടുകളിലെ കേടുപാടുകൾ പരിഹരിച്ച് വാസയോഗ്യമാക്കി തരുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 6 മാസം പിന്നിട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല. സ്ഥലം MLA കരാർ കമ്പനികളുമായി സംസാരിച്ചുവെങ്കിലും നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവൃത്തി തടയൽ സമരം ആരംഭിച്ചത്. നിലവിലെ പാറ പൊട്ടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വീടുകൾക്കൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് KSEBയിലെ ഉദ്യോഗസ്ഥന്മാരും കമ്പനി അധികൃതരും എല്ലാവരും കൂടെ വന്നിട്ട് നിലവിൽ കണ്ട് ബോധ്യപ്പെട്ട് ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അത് പ്രകാരം നമുക്ക് നിലവിലെ MLAൻ്റെ സാന്നിധ്യത്തിൽ 2 ചർച്ച നടത്തി ഇന്ന ദിവസം, അതായത് 5-ാം തീയതി, ജനുവരി 5-ാം തീയതി ലാസ്റ്റായിട്ട് വർക്ക് തുടങ്ങാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് തുടങ്ങാത്ത സാഹചര്യത്തിലാണ് നമ്മൾ സമരത്തിലേക്ക് പോയത്. 25 വീടുകളും ഒരു കന്യാസ്ത്രീ മഠവും പൂവാറന്തോട് ഗവൺമെന്റ് LP സ്കൂളിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പ്രദേശത്തു നിന്ന് പൊട്ടിച്ചുകൊണ്ടുപോയ പാറ കൊണ്ടുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ ഒരംശം മതി പ്രശ്നം പരിഹരിക്കാനെന്ന് പ്രതിഷേധ സമരത്തിൽ സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു പറഞ്ഞു. എഞ്ചിനീയർ ഒപ്പിട്ട കടലാസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അയാളെ കൊണ്ട് ഒപ്പിടിച്ച് മേടിച്ചതാ. പ്രോജക്ട് മാനേജർ ഒപ്പിട്ട് മേടിച്ച ഈ കഴിഞ്ഞ ഡിസംബർ 23 വർക്ക് തീർത്തോളാന്ന് പറഞ്ഞത് ഇവര്. എന്നിട്ട് ഇവര് ഉഴപ്പി അടിക്കുക, അങ്ങോട്ട് വിടുക. ലാസ്റ്റ് 5-ാം തീയതി MLA കഴിഞ്ഞ ദിവസം വിളിച്ച യോഗത്തിൽ പറഞ്ഞ 5-ാം തീയതി ലാസ്റ്റ് തീർക്കണം, ഇല്ലെങ്കിൽ തടയും, ഞാൻ അതിന് സമരത്തിന് നേതൃത്വം കൊടുക്കും എന്ന് MLA പറഞ്ഞതാണ്. തടയുന്നു. അപ്പൊ അവർ ചെയ്തു വെച്ചേക്കാന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇവർ 5-ാം തീയതി അവര് പുറംതിരിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് വിടാൻ പാടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇവർ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടുന്ന് കടത്തിപ്പി. ഇന്നലെ ഞാൻ 4 നാളൊക്കെ ആയിട്ട് ഒരുപ്പെട്ട സാധനങ്ങളെല്ലാം ഇവർ കൊണ്ടുപോയി. ഇവരെന്തോന്ന് നമ്മൾ ചെയ്യുന്നൊരു പേടി തട്ടിയിട്ട് അത്യാവശ്യം 2-3 വണ്ടിക്ക് സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഞങ്ങൾ അനങ്ങുന്നില്ല, പക്ഷെ അടുത്ത ദിവസം ഞങ്ങൾ അനങ്ങും. അതിൻ്റെ അകത്ത് നിങ്ങൾ പോലീസിനോടും പറയാം, ശ്രദ്ധിച്ചോ. റോഡ് ഗതാഗത യോഗ്യമാക്കി നൽകുക, വീടുകൾ വാസയോഗ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ജനകീയ സമിതിയുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.